ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ലിയോ ടോൾസ്റ്റോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറീനെ കുറിച്ചാണ്. ലിയോ ടോൾസ്റ്റോയി പറ്റി പറയുകയാണെങ്കിൽ ലിയോ ടോൾസ്റ്റോയ് വാസ് എ ഗ്രേറ്റ് റഷ്യൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് മോറൽ തിങ്കർ, ഫിലോസഫർ എല്ലാം നമുക്ക് പറയാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ലിയോ ടോൾസ്റ്റോയ്. ആളുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് വാർ ആൻഡ് പീസ്, അന്ന കരീനീന എന്നൊക്കെ പറയുന്ന ഗ്രേറ്റസ്റ്റ് നോവലാണ് അയാളുടെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ടോൾസ്റ്റോയുടെ റൈറ്റിങ്സിൽ എപ്പോഴും മോറൽ വാല്യൂസിനും ഹ്യൂമൻ സഫറിങ്സിനും സിംപ്ലിസിറ്റിക്കും നോൺ വയലൻസിനും ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മനുഷ്യത്വത്തിനും മനുഷ്യന്മാരുടെ സഫറിങ്ങിനും നോൺ വയലൻസിനും അങ്ങനെ ഒരുപാട് തീംസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആളുടെ റൈറ്റിങ്സ് എപ്പോഴും ഉണ്ടായിരുന്നത്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഇയാൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറിയാണ് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി വളരെ ഡീപ്പായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ തീം പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി ആൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്താണ്, അതിൻ്റെ സമ്മറി എന്താണെന്നുള്ളതിലോട്ട് കടക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്, വളരെ ചെറിയൊരു ചാപ്റ്ററുമാണ്. അപ്പോൾ ദ ഷോർട്ട് സ്റ്റോറി 3 ക്വസ്റ്റ്യൻസ് ബൈ ലിയോ Tolstoy revolves around a king who believes that if he can find the answer to the 3 questions, he will never fail in the life. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ലിയോ ടോൾസ്റ്റോയുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത്, ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കിങ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ചുറ്റുമാണ്. അതായത് കിങ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ബിലീഫ് ഉണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അയാൾ കണ്ടെത്തുകയാണെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ഒരിക്കലും തോറ്റു പോകില്ല എന്നുള്ളൊരു ബിലീഫിൽ നിൽക്കുന്ന, ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു കിങ്ങിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി ലിയോ ടോൾസ്റ്റോയ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ആ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ദ കിങ് വാണ്ട്സ് ടു നോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ടു ബിഗിൻ എവ്രിതിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ല നേരം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ആർ ദ റൈറ്റ് പീപ്പിൾ ടു ലിസൺ ടു. ആരെയാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റാവുന്നത് ആരെയാണ്? അതേപോലെ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആരാണോ പറഞ്ഞു തരുന്നത്, കറക്റ്റ് ആൻസർ ആരാണോ പറഞ്ഞു തരുന്നത്, ആൾക്ക് വലിയ റിവാർഡൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കിങ് ഈ ഒരു ക്വസ്റ്റ്യൻസ് അനൗൺസ് ചെയ്യുന്നത്. ഒരുപാട് മനുഷ്യന്മാർ മുന്നോട്ട് വരികയും ഈ ക്വസ്റ്റ്യന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവരിൽ ആരിലും തന്നെ കിങ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഒരാളുടെ ആൻസറിൽ നിന്ന് വളരെ കോൺട്രഡിക്റ്റ് ആയിട്ടാണ് അടുത്ത ആൾ ആൻസർ പറയുന്നത്, വളരെ വ്യത്യാസപ്പെട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ്ങിന് അതിലൊട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കാടിൻ്റെ ഉള്ളിൽ ഒരു ഹെർമിറ്റ്, ഒരു സന്യാസി ഉണ്ടെന്ന് കിങ് അറിയുന്നതും അങ്ങോട്ട് പോവാം, ആളെ കാണാം, ആളുടെ കയ്യിൽ നിന്ന് ഇതിനുള്ള ഉത്തരം ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള ഉറപ്പിൽ സന്യാസിനെ കാണാൻ വേണ്ടി കിങ് പോവാണ് ആ കാടിൻ്റെ ഉള്ളിലേക്ക്. ഹിയറിംഗ് അബൌട്ട് എ വൈസ് ഹെർമിറ്റ് ഹു ലീവ്സ് അലോൺ ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് റിസീവ്സ് ഓൺലി കോമൺ പീപ്പിൾ. അപ്പോൾ ഈ ഒരു സന്യാസിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോമൺ പീപ്പിളിനെ മാത്രമേ ഈ സന്യാസി കാണുള്ളൂ. അതായത് സന്യാസിയുടെ അഡ്വൈസസുകൾ കൊടുക്കാനായിട്ട് സന്യാസി ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യന്മാർക്ക് മാത്രമാണ്. ഒരിക്കലും ഒരു കിങ്ങിനോ മറ്റോ അത്രയും ഒരു ഹൈ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇയാളെ വിസിറ്റ് ചെയ്യാനോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കിങ് ഇയാളെ കാണണം എന്നുള്ള ഡിസിഷനിലുള്ളതുകൊണ്ട് തന്നെ കിങ് ആളെ അറിയപ്പെടുന്ന രീതിയിൽ, അതായത് കിങ്ങായിട്ട് അറിയപ്പെടുന്ന രീതിയിൽ നിന്നൊക്കെ മാറി റോയൽ ക്ലോത്ത്സ് ഒക്കെ ഒഴിവാക്കി സാധാരണ ഒരു ആളായിട്ട്, ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, നോർമൽ കോമൺ മാനായിട്ട്, ആ ഒരു രാജ്യത്ത് നോർമൽ മനുഷ്യനായിട്ട് രൂപം മാറിയിട്ട് ആളുടെ ഗാർഡുകളൊക്കെ
ഒക്കെ വേണ്ട വെച്ച് വഴിയിൽ ഉപേക്ഷിച്ച ആൾ ഒറ്റയ്ക്ക് കാടിൻ്റെ ഉള്ളിലോട്ട് നടന്ന് കയറി വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹെർമിറ്റ്, ഈ ഒരു സന്യാസി, ഇയാൾ കടന്നു വരുന്ന സമയത്ത് അവിടെ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കിങ്ങിനെ ഈ ഹെർമിറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹെർമിറ്റിനോട് ഈ ഒരു കിങ് പെട്ടെന്ന് തന്നെ ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എൻ്റെ ഏറ്റവും നല്ല സമയം ഏതാണ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്, അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്താണ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ടു ഡു, ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല വർക്ക് ഏതാണ്, ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. പക്ഷേ ഹെർമിറ്റ് അത് കേട്ടു അതിനൊരു ഉത്തരവും കൊടുക്കുന്നില്ല, ഒന്നും തിരിച്ചു പറയുന്നില്ല. അപ്പോൾ ഒന്നും തിരിച്ചു പറയാതെ ഇയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഡിഗ്ഗിങ് പ്രോസസ്സ്. അപ്പോൾ വളരെ എന്താ പറയുക, ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു സന്യാസിയാണ്, ഭയങ്കര പ്രായം ചെന്നിട്ടുള്ള ഒരാളാണ്. ആളുടെ ശരീരമൊക്കെ ആകെ ചുക്കിച്ചുളുങ്ങി അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ് ആ സന്യാസിനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു ലെവലിലോട്ട് എത്താണ്. അങ്ങനെ ആൾ ഡിഗ് ചെയ്യുന്ന ആ സോയിൽ കിങ്ങും ഇരുന്ന് ഡിഗ് ചെയ്യാണ്. ഒരിക്കലും അയാളൊരു കിങ് ആയിട്ടല്ല സന്യാസിയുടെ മുന്നിലിരിക്കുന്നത്, ഒരു കോമൺ മാൻ ആയിട്ടാണ്. അങ്ങനെ രണ്ടുപേരും ഡിഗ് ചെയ്തിരിക്കുന്ന സമയത്ത് സമയം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഹെർമിറ്റ് ഒരിക്കലും ഒരു ആൻസർ ഒന്നും ഈ ഒരു കിങ്ങിന് കൊടുക്കുന്നുമില്ല. പെട്ടെന്നാണ് അവിടേക്കൊരു വൂണ്ടഡ് ആയിട്ടുള്ള ഒരു ആൾ ഓടി വരുന്നത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഒത്തിരി ബ്ലീഡായിട്ടാണ് അയാൾ ഈ ഒരു കിങ്ങിൻ്റെയും ഈ ഒരു ഹെർമിറ്റിൻ്റെയും അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഈ കിങ്ങും ഹെർമിറ്റും ഉടനടി ഇയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലാണ്. ആളെ വിളിച്ചുകൊണ്ട് വന്ന ആളുടെ മുറിവൊക്കെ കഴുകി ആളെ ശുശ്രൂഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുകയാണ്. ആളാണെങ്കിൽ ആ സമയത്ത് ഒരു അൺകോൺഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ ഇവരുടെ കെയറിങ്ങിനും പരിശ്രമത്തിനൊക്കെ ഒടുവിൽ ആൾ കോൺഷ്യസ് ലെവലിലോട്ട് വരാണ്. അങ്ങനെ ഈ ഒരു വൂണ്ടഡ് മാന് എണീച്ചപ്പോൾ, ആ ഒരു കോൺഷ്യസ്നെസ്സിലോട്ട് വന്നപ്പോൾ ഇയാൾ റിവീൽ ചെയ്യാണ് കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ രാജ്യത്തിൻ്റെ, അതായത് ഇപ്പോൾ ഉള്ള ഇയാളിൽ നിൽക്കുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ കിങ്ങിൻ്റെ ഏറ്റവും വലിയ എനിമിയാണ് ഞാൻ. ആ ഒരു കിങ്ങിനെ കൊല്ലണം എന്നുള്ള പ്ലാനിൽ ഞാൻ വരികയാണ്. കാരണം കിങ് തൻ്റെ ബ്രദറിനെ കൊന്ന് ബ്രദറിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ കയ്യേറി പിടിക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ രാജ്യത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കിങ് അല്ലെങ്കിൽ കിങ്ങിൻ്റെ ആ പട്ടാളക്കാർ ഇവരുടെ ബ്രദറിനെ കൊന്നിട്ടുണ്ട്. ഈ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ബ്രദറിനെ കൊന്നു. അതേപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടിയും വീടൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹൗവർ വൈൽ വെയിറ്റിംഗ് ടു അറ്റാക്ക് കിങ്. അപ്പോൾ ഇവിടെ ഇയാൾ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് കിങ്ങിൻ്റെ ഗാർഡ് ഈ മനുഷ്യനെ കാണുകയും അവരാണ് ഇയാളെ ഉപദ്രവിച്ചിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷ നേടിയിട്ടാണ് ഇയാൾ ഓടി ഇവരുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കിങ്ങിന് ഇത് ആരാണെന്ന് പോലും അറിയാതെയാണ് കിങ് അയാളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആളുടെ മുറിവ് വെച്ച് കെട്ടുകയും ആളിനെ ക്ലീൻ ചെയ്യുകയും ആളെ കെയറൊക്കെ ചെയ്തത് ഒരിക്കലും തന്നെ കൊല്ലാൻ വന്നൊരാളാണ് എന്നുള്ള ചിന്തയിലല്ല, അല്ലെങ്കിൽ അതറിയില്ലായിരുന്നു. അങ്ങനെ ഇതറിഞ്ഞ ശേഷം ദ വൂണ്ടഡ് മാൻ ഫീൽസ് ഡീപ്ലി അഷെയിംഡ് ആൻഡ് ആസ്ക് ഫോർ ഫോർഗീവ്നെസ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കിങ്ങാണ്, അപ്പോൾ തന്നെ ശുശ്രൂഷിച്ചതാണ് കിങ്, അത്രയും ഒരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇയാൾക്ക് വളരെ അഷൈംഡ് ഫീൽ തോന്നുകയാണ്. അതേപോലെ തന്നെ ഇയാൾ ഫോർഗീവ്നെസ്സിന് വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ കിങ് ഇയാൾക്ക് പുറത്തു കൊടുത്തിട്ട് ഇയാളെടുത്ത് തിരിച്ചു പോകാൻ പറയുന്നത്, എന്തായാലും നിങ്ങളെ ആ ഒരു കണ്ട് കെട്ടിയിട്ടുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നെ തരാം, അവരുടെ സെർവൻറ്റിനോട് പറഞ്ഞോളാം, അതുപോലെ തന്നെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാൻ ഡോക്ടറെയും ഏർപ്പാടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബോണ്ടിൽ ഇവരെ പറഞ്ഞയക്കാണ്. അങ്ങനെ ഈ ഒരു കൊല്ലാൻ വന്ന ഈ ഒരു എനിമിയുടെയും ഈ കിങ്ങിൻ്റെയും ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്ത് വരാണ്, ഒരു സമാധാനത്തിലുള്ളൊരു ബോണ്ട്. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു എനിമി വളരെ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും അങ്ങനെയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റിനൊക്കെ ശേഷം വൂണ്ടഡ് മാൻ പോവാണ്. ഒരിക്കൽ കൂടി കിങ് തിരിച്ചു പോകുന്ന സമയത്ത് ഹെർമിറ്റിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് ഇതുവരെയും കിട്ടിയില്ല, അപ്പോൾ അത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫൈനലായിട്ട്. ആ സമയത്ത് ഹെർമിറ്റ് തിരിച്ചുത്തരം പറയാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ഈസ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഇപ്പം നീ ഏത് മൊമെൻറ്റിലാണോ നിൽക്കുന്നത് അതാണ് നിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. കാരണം നിനക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ തൊട്ടാണ് ചെയ്തു തുടങ്ങേണ്ടത്.
അല്ലാതെ ഒരു പർട്ടിക്കുലർ സമയം എന്ന് പറയുന്നതൊന്നുമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ്, നമ്മുടെ കറൻറ്റ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള സമയം. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈസ് ദ വൺ ഹൂ ആർ വിത്ത് അറ്റ് ദ മൊമെൻറ്റ്. ഈ സമയത്ത്, ഈ പ്രസൻറ്റ് സമയത്ത് നമ്മുടെ ഒപ്പം ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ. ബിക്കോസ് നോ വൺ നോസ് ഹൂ വിൽ നീഡ് യു നെക്സ്റ്റ്. കാരണം അടുത്ത സമയത്ത്, അടുത്ത മൊമെൻറ്റിൽ നമ്മളെ ആർക്കാണോ നമ്മളെ ആവശ്യം എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിൻ്റെ ഒപ്പം ആരാണോ ഉള്ളത് അയാളാണ് നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഹെർമിറ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു ഈസ് ടു ഡു ഗുഡ് ടു ദാറ്റ് പേഴ്സൺ. നിൻ്റെ ഒപ്പമുള്ളത് ആരാണോ, ഇപ്പോൾ ഈ കറൻറ്റ് മൊമെൻറ്റിൽ നിൻ്റെ ഒപ്പമുള്ളത് ആരാണോ ആളിനെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു കാര്യം. കാരണം നീ അവരെ നന്നായി ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ, ആ ഒരു സന്യാസിനെ ഡിഗ് ചെയ്യാനായിട്ട് കിങ് ഹെൽപ്പ് ചെയ്തില്ല എന്ന് വെക്കാം. അതായത് പ്രസൻറ്റ് മൊമെൻറ്റ് അയാൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയും പോണ വഴിക്ക് ഈ ഒരു എനിമിയുടെ കയ്യിൽ നിന്ന് ആക്രമണം ഏറ്റ ആൾ ചിലപ്പോൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അയാൾ ഒറ്റക്കാണ് നടന്നു പോകുന്നത്, ഗാർഡൊന്നുമില്ല. അപ്പോൾ ആൾ അത് ചൂസ് ചെയ്തില്ല. പകരം എന്താണോ പ്രസൻറ്റ് മൊമെൻറ്റിൽ നടക്കുന്നത് അതിനോടൊപ്പം ഇരിക്കാനാണ് കിങ് ചൂസ് ചെയ്തത്. സോ അതാണ് അയാൾ ചെയ്ത ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ആരാണോ നിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ. കാരണം അടുത്ത നിമിഷത്തിൽ നമ്മുടെ ഒപ്പം ആരായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ അയാളുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് ആ ഒരു വൂണ്ടഡ് മാൻ ആണ്. ആ വൂണ്ടഡ് മാൻ്റെ പ്രത്യേകത എന്താ പറയുക, ക്ഷമിക്കാൻ പറയും, അങ്ങനെ ആളൊരു നല്ല ആളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആരാണിനി അടുത്തത് വരാൻ പോകുന്നതെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് രാജാവിനോട് ക്ഷമയൊക്കെ ചോദിക്കുകയും ഇനി ഒരിക്കലും വൈരാഗ്യം വെക്കില്ല എന്നൊക്കെ പറയുകയും മാപ്പ് കൊടുക്കുകയും അവൻ്റെ സ്വത്തൊക്കെ തിരിച്ചു നൽകാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രാജാവ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ മാച്ചായി പോകുന്നത് അങ്ങനെയാണ്. ഇപ്പം ആരാണോ നിൻ്റെ ഒപ്പം ഉള്ളത് അവരെയാണ് നിനക്ക് സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നിമിഷത്തിൽ ആര് വരും ആര് പോകും എന്നൊന്നും അറിയില്ല. ദെൻ മൂന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. അതായത് ആരാണോ നമ്മുടെ കൂടെ ഈ നിമിഷത്തിലുള്ളത് അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക. കാരണം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നന്മ ചെയ്യുക എന്നായിരുന്നു. സന്യാസം ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, എൻ്റെ ഒപ്പം ആ മണ്ണ് കുഴിക്കാൻ നീ സഹായിച്ചില്ലെങ്കിൽ ആ നേരത്ത് നീ മടങ്ങിപ്പോവും, മണ്ണ് കുഴിക്കാൻ നിൽക്കാതെ മടങ്ങിപ്പോയേനെ. പക്ഷെ നീ അപ്പം തന്നെ കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ നീ പോയില്ല, നീ ആ മൊമെൻറ്റിൽ എൻ്റെ ഒപ്പം നിന്നു. അതേപോലെ നീ ആ മനുഷ്യനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക, ആള് ഇവൻ്റെ ശത്രുവായിട്ട് തന്നെ ഇരിക്കും. രക്ഷിച്ചതുകൊണ്ട് എന്തായി, ആളുടെ ഏറ്റവും സഹായിച്ചു എന്നുള്ളതിൻ്റെ പുറത്ത് ആൾക്ക് അഷെയിം ഫീൽ ആവുകയും ആൾ ഫോർഗീവ്നെസ് തേടുകയൊക്കെ ചെയ്യണം. അപ്പോൾ ശരിയായ സമയം, ശരിയായ വ്യക്തി, ശരിയായ പ്രവൃത്തി, ഇതുമൂലമാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിലവിലെ നിമിഷമാണ് ഏറ്റവും വിലപ്പെട്ട നിമിഷം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള മനുഷ്യരാരാണോ അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ. നന്മ ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഡീപ്പായിട്ടുള്ളൊരു മീനിങ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള വളരെ ചെറിയൊരു സ്റ്റോറിയാണ് 3 Questions എന്ന് പറയുന്ന ഈ ഒരു ലിയോ ടോൾസ്റ്റോയുടെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറി. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. സോ താങ്ക് യു.